പ്രമുഖ ഇസ്ലാം മതവിമർശകനും എക്സ് മുസ്ലിം കൂട്ടായ്മയുടെ ഭാരവാഹിയുമായ ഡോക്ടർ ആരിഫ് ഹുസൈന് നേരെ ക്രൂരമായ വധഭീഷണി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വിമർശിച്ചതിനാണ് തനിക്ക് നേരെ ഭീഷണി സന്ദേശം എത്തിയത് എന്ന ആരിഫ് ഹുസൈൻ. ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി തയ്യാറാക്കിയ സന്ദേശത്തിൽ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരിഫ് ഹുസൈൻ തന്നെയാണ് ഈ ഭീഷണി സന്ദേശം പുറത്തുവിട്ടത്. ശരിയ നിയമപ്രകാരം ആരിഫ് ഹുസൈന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇമെയിലിൽ പറയുന്നത്. ഖമേനി അധിക്ഷേപിച്ച് സംസാരിച്ചതാണ് മതമൗലികവാദികളെ ചൊടിപ്പിച്ചത്. ഞങ്ങളുടെ സൈബർ ടീം താങ്കളുടെ കേരളത്തിലെ വീടും വിലാസവും കണ്ടെത്തി കഴിഞ്ഞു. ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള പോരാളികൾ നിന്നെ വധിക്കാൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും മൃഗീയമായ രീതിയിൽ ആക്രമിച്ചായിരിക്കും നിന്നെ കൊല്ലുന്നത്. തല വെട്ടിയെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന് തുപ്പാനായി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കും. ഇങ്ങനെയാണ് ഹുസൈൻ അലി എന്ന മെയിൽ ഐഡിയിൽ നിന്ന് വന്ന സന്ദേശത്തിലെ ഉള്ളടക്കം. സമീപകാലത്ത് ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണകൂടത്തിന്റെ നിലപാടുകളും ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ആരിഫ് ഹുസൈൻ അതിരൂക്ഷമായി വിമർശിക്കാറുണ്ട്. ഖമേനിയുടെ കീഴിൽ ഇറാനിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, മതപരമായ അടിച്ചമർത്തലുകളെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുടെ ഭീഷണി ഉയരുന്നത്. ഉത്തർപ്രദേശിലെ എക്സ് മുസ്ലിം യൂട്യൂബർക്ക് നേരെ വധശ്രമം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉയരുന്നത്. ഇത് ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരള പോലീസ്, NIA എന്നിവരെ ടാഗ് ചെയ്താണ് ആരിഫ് ഹുസൈൻ പരാതി പരസ്യപ്പെടുത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഖമേനി കൊല്ലപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതിൽ വിശദീകരണവുമായി എൽനാസ് നൌറുസി എന്ന നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ എന്റെ ജന്മനാടാണ്, രാജ്യത്തോട് എതിർപ്പില്ല എന്ന ബോളിവുഡ് ഇറാനിയൻ നടി എൽനാസ് നൌറുസി കഴിഞ്ഞ ദിവസം ഖമേനി കൊല്ലപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇത് ഏറെ വിവാദമായതോടെയാണ് നടി വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയത്. ഇറാൻ എന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. നിലവിലെ സർക്കാർ അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം ജന്മനാട്ടിലേക്ക് തനിക്കിനി തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇറാനിയൻ ജനതയിൽ ഭൂരിഭാഗവും ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരുമാണ്. അവരുടെ വിശ്വാസങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവരെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനാണ് നിലവിലെ ഭരണകൂടം ശ്രമിക്കുന്നത്. ഒരിക്കൽ ഇറാനുമായി ഇസ്രായേൽ വളരെ നല്ല ബന്ധത്തിലായിരുന്നു. മുഹമ്മദ് റൈസ പഹൽവിയുടെ കാലത്ത് US-ഉമായും നല്ല ബന്ധം പുലർത്തിയിരുന്നു. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് നിരന്തരം പറയുന്ന ഇസ്ലാമിക റിപ്പബ്ലിക് മാത്രമാണ് പ്രശ്നം. ഒരു മാസം മുൻപ് ഈ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച ധാരാളം ഇറാനിയൻകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നിൽ സർക്കാരാണെന്നും എൽനാസ് ചൂണ്ടിക്കാട്ടി. 2022 22 വയസ്സുള്ള ഒരു ഇറാനിയൻ കുർദ് യുവതി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിലും എൽനാസ് പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.